ഗൈസ്, ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയത് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ നുറുക്ക് ഗോതമ്പാണ്. നമ്മൾ കഞ്ഞി വയ്ക്കാനൊക്കെ ഉള്ള നുറുക്ക് ഗോതമ്പില്ല, അതാണ്. അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവാണ്. ഏകദേശം ഞാനൊരു കപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത്. അങ്ങനെ ഇതാ ഒരു കപ്പ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഏകദേശം ഞാൻ ഒരു 3 ടൈംസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗോതമ്പിലെ വെള്ളമല്ലാതെ ഞാൻ വാർത്തി കളഞ്ഞു. ഇനി നല്ല വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ഗ്ലാസ് നല്ല വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇനി നമുക്കിത് കുതിരാൻ വയ്ക്കുക. ഇത് കുതിരാൻ ഒരു 3-4 മണിക്കൂറൊക്കെ മതി. പക്ഷേ ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കുതിരാൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവില്ല. ഇനി നമുക്കിത് രാവിലെ എടുത്ത് നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 7 മണിക്കാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ നല്ല കുതിർന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നന്നാക്കി വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സീൻ്റെ ജാറിലേക്ക് ഞാനിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മുടെ ദോശയ്ക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കപ്പിന് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ്. അപ്പോൾ ടേബിൾ സ്പൂണ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉണ്ടാവേ. അതുപോലെ തന്നെ ഒരു കൈപ്പിടി തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് മുങ്ങുന്ന രീതിയിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നാക്കി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഏകദേശം ദോശമാവിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ ഇത് അടിച്ചെടുത്തത്. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ജാറൊക്കെ കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ദോശേനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓൺ ദി സ്പോട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. ഗ്യാസെല്ലാം കത്തിച്ചിട്ടുണ്ട്. കല്ലൊരു മീഡിയം ചൂടായ മാത്രം മതിയേ. ഞാനൊരു 1/4 സ്പൂണ് നമ്മുടെ മിൽമ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതിയേ. ഇനി നമുക്ക് തുണി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 3/4 കരണ്ടി മാവ് ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഓക്കെ, ഇത്രയും മതിയേ. നമുക്കൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ പാത്രം തുറന്ന് നോക്കി. നമ്മുടെ ദോശ ഇതാ നന്നാക്കി ഞെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റി വയ്ക്കുക. നല്ല ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ദോശയും ചുട്ടെടുക്കാൻ പോവാണ്. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് ഒരു തുണി വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. മാവ് ഒഴിച്ചെടുത്തു. തിക്നെസ് കുറച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഓക്കെ, അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ നെയ്യാക്കി കൊടുക്കണ്ട. ഓക്കെ, ദോശയെല്ലാം വെന്തു. ഞാനിതാ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഇവിടെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാന ദോശ ഇതാക്കണേ, കല്ലിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തയ്യാറാക്കിയത് ചമ്മന്തിയാണ്. ഒരു ലൂസ് കൺസിസ്റ്റൻസിലുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ലതാണ്. നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ. ഒന്ന് തണുത്ത് പോയാൽ ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി പോവുക. അതാ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഷ്ണം കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ചമ്മന്തിയിൽ കുത്തി കഴിച്ചു നോക്കട്ടോ. ഞാൻ ചെറിയൊരു പീസ് ആദ്യം കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ് കിട്ടുകയാണെങ്കിൽ കഞ്ഞി മാത്രം വയ്ക്കരുത് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്ന ഐറ്റംസൊക്കെ അതുകൊണ്ട് തയ്യാറാക്കാം. ഇപ്പോൾ ഈ ദോശ പെട്ടെന്ന് ഇത് മൊത്തത്തിൽ ചുട്ട് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഒക്കെ നല്ല സോഫ്റ്റായി പോവുക. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെന്താ കൊലയിലേക്ക് വന്നതാണ് ദോശക്കായിട്ട്. അപ്പോൾ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ചായ കുടിക്കാൻ പോകാനേ. അപ്പോൾ ഇത്രയും ഒന്ന് തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.